ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് സമ്മറൊക്കെ ആയി, നമ്മൾക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ ജാക്കറ്റും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെയാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള വെതറാണ്. അതായത് നമ്മൾ നാട്ടിലൊക്കെ എന്ന് പറയുമ്പം ആ മണമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്യുവർ ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഏത് മണം അടുത്തുകൂടെ പോയാലും അത് നമ്മുടെ നമ്മുടെ എല്ലാ സെൻസസിനെയും അങ്ങ് ഉണർത്തും. സോ ദിസ് എപ്പിസോഡ് ഇസ് മൈ ഫേവറേറ്റ് സമ്മർ പെർഫ്യൂം കളക്ഷൻ. ഇപ്പം സമ്മർ ആയതുകൊണ്ടാണ് ഞാൻ സമ്മർ പെർഫ്യൂം കളക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഓൾ ടൈമിൽ യൂസ് ചെയ്യാം, ബേസ്ഡ് ഓൺ ദ ക്യാരക്ടർ, നമ്മുടെ ഓരോ ക്യാരക്ടർ അനുസരിച്ചിട്ട്. ഫോർ മീ പെർഫ്യൂംസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മൈ ലൈഫ്. ഞാനങ്ങനെ അധികം വേർക്കുന്ന ആളല്ല, പക്ഷേ ഞാൻ പെർഫ്യൂം യൂസ് ചെയ്യാതെ പുറത്തേക്ക് പോവില്ല. ബിക്കോസ് എനിക്കതൊരു ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ടാണ് കുറേ നാളായിട്ടും വന്നിരിക്കുന്നത്. പിന്നെ എസ്പെഷ്യലി നമ്മളിപ്പോൾ ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഓരോരുത്തരും നമ്മുടെ സൈഡിൽ കൂടെയൊക്കെ നടക്കുമ്പോഴത്തേക്കിനും ഇറ്റ്സ് ലൈക്ക് നമ്മളിങ്ങനെ കേൾക്കാത്ത ടൈപ്പ് മണമൊക്കെയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പം നമ്മളിങ്ങനെ ഭയങ്കര അട്രാക്റ്റഡ് ആയി പോവും ആ മണം ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ പോയി ചോദിക്കുകയും ചെയ്യും. പിന്നെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരാൾ നന്നായിട്ട് മണക്കുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് പോയിട്ട് ആ കോംപ്ലിമെൻറ്റ് പറയുമ്പം അയാൾക്ക് ഉണ്ടാവുന്ന സന്തോഷം ഭയങ്കര വലുതാണ്. ആർക്കെങ്കിലും അങ്ങനെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ അടുത്ത് ഓപ്പണായിട്ട് പറയണത് നല്ലതായിരിക്കും, സജഷൻ. ബിക്കോസ് അത് അവർക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഫീലിംഗ് തരും. ബിക്കോസ് ഇത് ചെയ്യുന്നത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള മറ്റുള്ള ആൾക്കാർക്കും കൂടി ആ ഒരു മണം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഫ്രഷ് ആയിട്ടിരിക്കുക, ഹൈജീനിക് ആയിട്ടിരിക്കുക, ഇതെല്ലാം നമ്മൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളുടെ ശരീരത്തിൽ ആ ഒരു പെർഫ്യൂം തരുന്നൊരു ഇമ്പാക്റ്റ്, ആ ഒരു ക്യാരക്ടർ തരുന്ന ഇമ്പാക്റ്റ് ഭയങ്കര വലുതാണ്. ഞാൻ ചെറുപ്പകാലത്തൊക്കെ ഇപ്പം അങ്കിൾമാരൊക്കെ എബ്രോഡ് ആയതുകൊണ്ട് നമുക്കങ്ങനെ കുറേ നമുക്ക് ചൂസ് ചെയ്യാത്ത നമ്മൾക്ക് കിട്ടുന്ന പെർഫ്യൂമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി വലിയ നോളജ് പണ്ടൊന്നുമില്ല. പക്ഷേ എസ്പെഷ്യലി ഞാൻ സ്വിറ്റ്സർലൻഡിൽ വന്നതിന് ശേഷം, ഇപ്പം നമ്മൾ നാട്ടിൽ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ പെർഫ്യൂം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മണമൊക്കെ എത്ര നേരം നിൽക്കുമെന്ന് എനിക്കറിയില്ല, ബിക്കോസ് ഓഫ് ഹ്യൂമിഡിറ്റി ആൻഡ് ഓൾ ദാറ്റ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഹ്യൂമിഡിറ്റി പൊതുവേ കുറവായതുകൊണ്ടും എയർ ഭയങ്കര ഫ്രഷ് ആയതുകൊണ്ടും, ഈവൻ ഞാനിവിടെ ഇന്ത്യൻ കറി കുക്ക് ചെയ്താലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം തല കുളിക്കാതെ ഇറങ്ങാൻ പറ്റത്തില്ല. ബിക്കോസ് മണം ഇമ്മീഡിയറ്റ്ലി അടുത്ത ആളുടെ അടുത്തേക്ക് എത്തും എന്നുള്ളതാണ്. നമുക്ക് നാട്ടിൽ അങ്ങനെ നമ്മൾ അറിയുന്നില്ലല്ലോ. പക്ഷേ ഇവിടെ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അവരെല്ലാവരും അവരെ അതുപോലെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ പെർഫ്യൂമിന് ഇമ്പോർട്ടൻസ് ഭയങ്കര കൂടുതലാണ്. ഈ പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്യാരക്ടർ ആണ് എന്നാണ് ഞാൻ പറയണത്. ബിക്കോസ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിച്ചു വാരി കുറേ പെർഫ്യൂം മേടിച്ച് വെച്ച് ഉപയോഗിക്കുന്ന ഒരാളല്ല. എനിക്കെന്ന് പറഞ്ഞാൽ ഒരു പെർഫ്യൂം ഞാൻ മേടിച്ചാൽ ആ പെർഫ്യൂം തീരുന്നത് വരെ ഞാനത് യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് അടുത്തത് മേടിക്കുക, വേറെ ഒരു ബ്രാൻഡ് ഈവൻ ട്രൈ ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ്, എനിക്ക് ഒരു പെർഫ്യൂം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്യാരക്ടറായി മാറും. ഇപ്പം ഞാൻ 2014 ഉപയോഗിച്ചിരുന്ന പെർഫ്യൂം ഫോർ എക്സാമ്പിൾ ഇന്ന് ഞാൻ ആ മണം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ എൻ്റെ പെർഫ്യൂംസ് എല്ലാം അങ്ങനെയായിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എർമെസ് എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂമിലാണ്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പെർഫ്യൂംസ് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. യെസ്, ബിക്കോസ് എനിക്ക് ജോലി കിട്ടിയതിന് ശേഷമാണ് ഞാനിങ്ങനെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂംസാണ് മേടിച്ചിട്ടുള്ളത്. ഒരെണ്ണമല്ലേ മേടിക്കണുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോഴത്തേക്കിനും എനിക്ക് ആ ഒരു ഫ്രഷ്നെസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് എർമെസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. പിന്നെ ഡിയോറിൻ്റെ യാഡോർ യൂസ് ചെയ്തിട്ടുണ്ട്. അത് അന്ന് എനിക്ക് ഫേവറേറ്റ് ആയിരുന്നു. പക്ഷേ ഇന്ന് ഞാനത് ഓർക്കുമ്പോഴത്തേക്കിനും ഞാനതൊരിക്കലും ഇനി മേടിക്കില്ല. ബിക്കോസ് അതൊരു ഭയങ്കര ഫ്ലോറൽ, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷേ അത് ഭയങ്കര ജനറൽ സ്മെല്ലാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. നമുക്ക് ഏത് പെർഫ്യൂം ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി എർമെസ് ആണ് കുറച്ചും കൂടി ഇഷ്ടമായത്. പിന്നെ ഞാൻ DNGൻ്റെ
പെർഫ്യൂം യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പിന്നെ യൂസ് ചെയ്തിട്ടുള്ളത് അതൊക്കെ എല്ലാം ഓരോ വർഷങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ യൂസ് ചെയ്തിട്ടുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ലാൻകോമിൻ്റെ ഇഡോളാണ്. ഇഡോളിൻ്റെ തന്നെ പല വേർഷൻസ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്തത് ഏറ്റവും ലൈറ്റായിട്ടുള്ള വേർഷനാണ് ഞാൻ യൂസ് ചെയ്തത്. ഏകദേശം 1 വർഷം ഒക്കെ എനിക്ക് പെർഫ്യൂം നിലനിൽക്കും. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ക്ലോയിയാണ്. അതാണ് എൻ്റെ ലേറ്റസ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പെർഫ്യൂം. അതും ഏകദേശം ഒരു ഫുൾ ബോട്ടിൽ തീർത്തതിന് ശേഷം എനിക്ക് പാവൽ അതിൻ്റെ റീഫില്ലും മേടിച്ചു തന്നു. പക്ഷേ എനിക്കപ്പോഴത്തേക്കിനും അത് ബോറടിച്ചു. 1 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കിനും വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് നമുക്ക് തന്നെ ആ സ്മെല്ല് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ നമ്മൾ ഇത്രയും നാളും ഓഫീസിലൊക്കെ ഹോം ഓഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒത്തിരി പെർഫ്യൂമൊന്നും കുറേ നാളായിട്ടൊന്നും യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യേണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ പിന്നെയും ഓഫീസിലേക്ക് റെഗുലറായിട്ട് പോകാൻ തുടങ്ങി. ആൻഡ് ദിസ് ഇയർ ഐ ടുക്ക് എ സ്ട്രാറ്റജി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെർഫ്യൂമിൽ ഒതുങ്ങാതെ ഒരു പെർഫ്യൂമിൽ ഒതുങ്ങി കഴിയുമ്പം വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് നമ്മൾ അതിൻ്റെ പകുതിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ മണം മനസ്സിലാവില്ല. നമുക്കത് മറന്നു പോകും. പക്ഷെ നമ്മളുടെ കൂടെ ഉള്ളവർക്ക് അത് ഡെഫിനറ്റ്ലി കിട്ടും. പക്ഷേ എനിക്കും കൂടെ എൻജോയ് ചെയ്യണം. അപ്പോൾ ഇത്രയും നാളും ഏകദേശം ഒരു 13 വർഷമായിട്ട് ഞാൻ അങ്ങനെയല്ല. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്മെല്ലാണ് ഞാൻ എന്ന് വെച്ചാൽ പകുതിയാകുമ്പോൾ ഞാൻ മറന്നു പോകുമല്ലോ. പിന്നെ ഞാനത് എന്തിനാണ് യൂസ് ചെയ്തിരുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷം ഞാൻ പുതിയൊരു സ്ട്രാറ്റജി എടുത്തു. അതായത് കുറച്ചധികം എന്ന് പറഞ്ഞൊരു 4-5 എണ്ണം മേടിച്ചിട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ വലിയ ബോട്ടിൽസ് മേടിക്കാതെ മീഡിയം ആയിട്ടുള്ള ബോട്ടിൽസ് മേടിക്കുക. ആൻഡ് അതായത് മാറി യൂസ് ചെയ്യാതെ എന്താ പറയുക, ഒരാഴ്ച ഇപ്പോൾ ഓഫീസിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വെക്കേഷന് പോവുകയാണെങ്കിൽ വെക്കേഷന് വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു സ്ഥലം അനുസരിച്ചിട്ടുള്ള നമുക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ചിട്ട് സെലക്ട് ചെയ്ത് പോവുക. അപ്പം ഐ ഫീൽ നമ്മൾക്കും ആ സ്മെല്ല് മടുക്കത്തില്ല. അത് കേട്ടുകൊണ്ടിരിക്കുന്ന വേറൊരാൾക്കും മടുക്കത്തില്ല എന്ന് തോന്നുന്നു. ബിക്കോസ് ഞാൻ വേറൊരാളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല, സ്ഥിരമായിട്ട് എന്നെ കാണുന്ന ഒരാളുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടില്ല എങ്ങനെയാണ് ആ സ്മെല്ലെന്നുള്ളത്. പക്ഷെ ഞാൻ ഊബറൊക്കെ കയറുമ്പോഴും അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോകുമ്പോഴും മണം നല്ലതാണ് എന്ന് എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയ കുറച്ച് പെർഫ്യൂംസിനെയാണ് ഞാൻ ഇപ്പം പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളെൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ സെഫോറയിലും മാരിനോയിഡിലും പോയിട്ട് കുറച്ച് പെർഫ്യൂംസ് ഞാൻ ട്രൈ ചെയ്തിരുന്നു. കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം പെർഫ്യൂംസ് ട്രൈ ചെയ്തിരുന്നു. യു വോണ്ട് ബിലീവ്, ഇത്രയും പെർഫ്യൂംസാണ് ഞാൻ ട്രൈ ചെയ്തത്. ഒരു 10-20 എണ്ണമെങ്കിലും ഉണ്ട് ട്രൈ ചെയ്തത്. ഇപ്പോഴും നല്ല സ്മെല്ലാണ്. ഞാൻ നോർമലി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ആ ഒരു എനിക്ക് ചില സ്മെല്ലുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ചില സമയത്ത് നമ്മൾ റോട്ടിൽ കൂടെയൊക്കെ നടക്കുമ്പം നമുക്ക് ചില സ്മെല്ലിങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് അങ്ങ് കയറുമല്ലേ. എനിക്കാണെങ്കിലും എക്സ്ട്രീം ഫ്ലോറലും എക്സ്ട്രീം ഊദ് ആ ഒരു ഇതില്ലേ, ആ ഒരു ഭയങ്കര കുത്തിക്കയറുന്ന മണമല്ലേ, അതെനിക്ക് പറ്റത്തില്ല. സോ ദർ ആർ ലൈക്ക് പെർഫ്യൂം ഉണ്ട്, പാർഫ്യൂമും ഉണ്ട്. അതായത് പെർഫ്യൂം എന്ന് പറയുമ്പം അത് നമ്മൾക്ക് കുറച്ച് ലൈറ്റായിരിക്കും. അതിലെ ഓയിൽ കണ്ടൻറ്റ്, അതായത് ആ സ്മെല്ല് തരുന്ന ഓയിലിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കുറവായിരിക്കും. നമ്മൾ 2 പ്രാവശ്യമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ അത് ഇങ്ങനെ തലയിലേക്ക് കുത്തിക്കയറത്തില്ല. പെർഫ്യൂം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് കുറച്ച് ഇൻറ്റൻസ് ആണ്. അത് നമ്മൾക്ക് ചിലപ്പോൾ അതിൻ്റെ മണം നമ്മുടെ സെൻസറി ഓർഗൻസിനെയൊക്കെ ഒന്ന് സിമുലേറ്റ് ചെയ്ത് തലവേദന വരാൻ ചാൻസ് ഉണ്ട്. അപ്പം എനിക്ക് ചില മിക്ക പെർഫ്യൂംസ് പെർഫ്യൂംസ് യൂസ് ചെയ്യുമ്പോഴും എനിക്ക് തലവേദന വരാറുണ്ട്. ഈ ഒരു സാധനമാണ് കുറച്ചധികം നേരം നീണ്ടു നിൽക്കുന്നത്. അപ്പം ഞാനതിൻ്റെ ചെറിയ ബോട്ടിൽസ്, നമ്മൾ ഒരു പെർഫ്യൂം മേടിക്കുമ്പോൾ നമുക്ക് കുറച്ചധികം ബോട്ടിൽസ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെറിയ ബോട്ടിൽസ് യൂസ് ചെയ്ത് ട്രൈ ചെയ്തിട്ടാണ് ഞാൻ പെർഫ്യൂം മേടിക്കാറ്. ബിക്കോസ് എനിക്ക് തലവേദന ബൈ ഡീഫോൾട്ട് ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൊണ്ടവേദനയൊക്കെ വരും. കാര്യം നമുക്ക് ഭയങ്കര അത് ട്രിഗറാവും. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും പെർഫ്യൂംസാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ
അതിൻ്റെയും ലൈറ്റർ വേർഷൻസ് ഉണ്ട്. അതാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാനിപ്പം യൂസ് ചെയ്യുന്ന എൻ്റെ പെർഫ്യൂംസ് ആൻഡ് ഐ വിൽ സ്റ്റാർട്ട് വിത്ത് മൈ ലാസ്റ്റ് സീസൺസ് പെർഫ്യൂം അല്ലെങ്കിൽ ലാസ്റ്റ് ഇയേഴ്സ് പെർഫ്യൂം. അതായത് ഇതിൻ്റെ ടോപ്പൊക്കെ പോയി. ദിസ് ഇസ് ക്ലോയി. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂമാണ് ഇത്. ആക്ച്വലി ഞാനിത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഒന്ന് എൻ്റെ ബ്രെയിനിലുള്ളത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, സോ ദാറ്റ് ഐ ക്യാൻ സ്ട്രക്ചറലി ടെൽ യു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെർഫ്യൂം ഇത് കഴിഞ്ഞിട്ട് പാവൽ എനിക്കിതിൻ്റെ റീഫില്ലും മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മളിങ്ങനെ ചെറിയ ബോട്ടിൽ നമുക്ക് ഫില്ല് ചെയ്തിട്ട് എനിക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് കൊണ്ടുപോവുക. സോ ദിസ് ഈസ് ദ സെയിം സ്റ്റഫ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ്. അപ്പോൾ ഈ ക്ലോയിയുടെ പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2008 ഇറക്കിയതാണ് ഈ ഒരു പെർഫ്യൂം. ഇപ്പോൾ എല്ലാ പെർഫ്യൂമിനും ഇതൊരു പാർഫ്യൂമാണ്. എഗെയിൻ ഇറ്റ്സ് പെർഫ്യൂം അല്ല, എനിക്ക് തലവേദന തരുന്ന സാധനമാണ്. പക്ഷേ ഇത് ഞാൻ കുഞ്ഞ് കുപ്പി മേടിച്ച് ട്രൈ ചെയ്തപ്പോൾ 2 ദിവസം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് തലവേദന വന്നില്ല. എല്ലാ പെർഫ്യൂംസും എനിക്ക് തലവേദന തരാറില്ല. സാറയുടെയൊക്കെ പെർഫ്യൂംസ് എന്ന് പറഞ്ഞാൽ തലവേദന ബൈ ഡിഫോൾട്ട് കിട്ടിയിരിക്കും. പിന്നെ ഷനേലിൻ്റെ ചില പെർഫ്യൂംസൊക്കെ തലവേദന തരും, എനിക്ക് തന്നിട്ടുണ്ട് സാമ്പിൾസ്. അപ്പം ഇത് ക്ലോയി ഹൈലി റെക്കമെൻഡഡ്. എല്ലാ പെർഫ്യൂമിനും ഒരു ടോപ്പ് ലെയർ ഉണ്ട്, മിഡിൽ ലെയർ ഉണ്ട്, അല്ലെങ്കിൽ ബേസ് നോട്ടുണ്ട്. അതായത് അതിൻ്റെ ഓരോ ഏറ്റവും കൂടുതൽ എന്താണ് നിൽക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ക്ലോയിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറലാണ് ടോപ്പായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ എന്താ പറയുക, ഫ്രീസ, ലിച്ചി, അല്ലെങ്കിൽ റോസ് ലില്ലി ഓഫ് ദ വാലി. ആക്ച്വലി സത്യമാണ്, കുറച്ചും കൂടി പൂക്കളുടെയാണ്, പക്ഷേ അങ്ങ് ഭയങ്കര പൂവല്ല, പൂക്കളുടെയാണ്. പിന്നെ മിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർജീനിയ, സെഡാർ, ആംബറിൻ്റെ ഒക്കെ സ്മെല്ല് അറിയാലോ, അതാണ് മുന്നിൽ നിൽക്കുന്നത് അതിൻ്റെ ഈ ഫ്ലോറലിൻ്റെ കൂടെ തന്നെ. പിന്നെ ഇതിനൊരു ഇങ്ങനെ ഭയങ്കര ഫ്രീ സ്പിരിറ്റഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. അതായത് നമ്മൾക്കൊരു ഭയങ്കര സിഗ്നേച്ചർ സ്മെല്ലാണ്. നമ്മൾക്ക് ഒരാളെ ഈ ഒരു മണം കിട്ടിക്കഴിഞ്ഞാൽ ആ ആളെ നമ്മൾ മറക്കത്തില്ല, അതുപോലത്തെ ഒരു സ്മെല്ലാണ് ക്ലോയി. കുറച്ച് ഞാനിപ്പോൾ കാണിക്കുന്ന എല്ലാ പെർഫ്യൂംസും ചെറിയ ബോട്ടിൽ പോലും കുറച്ച് എക്സ്പെൻസീവ് സൈഡിലുള്ളതാണ്. പക്ഷേ ഇതൊരെണ്ണം മേടിച്ചാൽ യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ 1 whole year. നമ്മളിങ്ങനെ കടച്ചാതി കുറേ പെർഫ്യൂം വാങ്ങിക്കൂട്ടി യൂസ് ചെയ്യുന്നതിലും ആ പൈസ എല്ലാം കൂടി മുടക്കി ഒരെണ്ണം മേടിക്കുക, അല്ലെങ്കിൽ ചെറുത് മേടിക്കുക, 2 എണ്ണം മേടിക്കുക ചെറുത്. ആ ഒരു ക്വാളിറ്റി ഓഫ് ഫ്രാഗ്രൻസസ് ലൈക്ക് അത് നിങ്ങൾ യൂസ് ചെയ്താലേ അത് മനസ്സിലാവുള്ളൂ. സോ ട്രൈ ക്ലോയി ഇസ് വൺ ഓഫ് മൈ സജഷൻ വിച്ച് ഐ യൂസ്ഡ് ഓൾമോസ്റ്റ് ഫോർ മോർ ദാൻ 1.5-2 years, ബിക്കോസ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഹൈലി റെക്കമെൻഡഡ് ആണ്. സോ ട്രൈ ഇറ്റ് ഔട്ട്. ഇത് ഡിയോറിൻ്റെ പെർഫ്യൂമാണ്. ഞാൻ ഈ ബോട്ടിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യാത്ത പെർഫ്യൂമാണ്. എനിക്കിഷ്ടമല്ല. ഞാൻ എന്തിനാണ് ഇത് മേടിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഇതാണെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെ അതിൻ്റെ ഓയിൽ കണ്ടൻറ്റ് കൊണ്ടാണോ അതിൻ്റെ പവർ കൊണ്ടാണോ ഇവിടുത്തെ ആ കളറൊക്കെ ഇങ്ങനെ അങ്ങ് പോവും. അത് എൻ്റെ പണ്ടത്തെ ജാഡോറും അങ്ങനെ ആയിരുന്നു. ഇത് ഡിയോറിൻ്റെ പുതിയതായിരുന്നു. ഞാനിത് എനിക്കാണ് 3 years മുമ്പ് മേടിച്ചതാണ്. മിൽക്കാണ്. ഇറ്റ്സ് ലൈക്ക് ഇത് കണ്ടോ, വെള്ള കളറാണ്. ചിലവർക്കിത് ഇഷ്ടപ്പെടാം, എനിക്കൊട്ടും ഇഷ്ടമല്ല. ഇനി പക്ഷേ ഗിഫ്റ്റ് തന്നതല്ല, ഇതൊക്കെ ഞാൻ തന്നെ മേടിച്ച. ക്ലോയി എനിക്ക് പാവൽ ഗിഫ്റ്റ് ചെയ്തതാണ്. ബിക്കോസ് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ക്ലോയി പാവൽ എനിക്ക്. പക്ഷേ ഈ ജാഡോർ ഇസ് ലൈക്ക് ഐ ഡോണ്ട് റെക്കമെൻഡ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാവും, പക്ഷേ എനിക്കൊട്ടും ഇഷ്ടമല്ല. റോസാപ്പൂവിൻ്റെ മണമാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ അത് ഒട്ടും സ്പെഷ്യലല്ല. നമ്മൾ കുറേ ആൾക്കാരുടെ അടുത്ത് കണ്ടിട്ടുള്ള ഒരു മണമാണ്. അതുകൊണ്ട് എനിക്കത് അത്ര വലിയ താല്പര്യമില്ല. എൻ്റെ കളക്ഷൻ ഉള്ളത് 1, 2, 3, 4, 5 പെർഫ്യൂംസാണ് ഇപ്പം എൻ്റെ കളക്ഷനിലുള്ളത്. പറഞ്ഞില്ല, ഞാൻ കുറച്ചധികം ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പം. ഇതാണ് എൻ്റെ നമ്പർ 5 അല്ല, അതിലും താഴെയാണ്. എൻ്റെ പഴയ പെർഫ്യൂംസിനൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏറ്റവും താഴെ ഇരിക്കും. നെക്സ്റ്റ് വൺ ഈസ് വാലന്റീനോ. ഇത് ആക്ച്വലി ഭയങ്കര
ഫേമസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഞാൻ ഏകദേശം ഈ ഒരു ബോട്ടിൽ സൈസാണ് മേടിച്ചിരിക്കുന്നത്. ഇത് കുറേ നാൾ നിൽക്കുമല്ലോ, അപ്പോഴത്തേക്കിനും എനിക്ക് മടുക്കുമായിരിക്കും. അപ്പം ഞാൻ വേറെ മേടിക്കും. എനിക്ക് ഈ സ്മെല്ല് ഞാൻ എവിടേക്കോ കേട്ടിട്ടുണ്ട്, അതായത് എവിടെയൊക്കെയോ ഞാനിത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു മണമാണ്, നമുക്കിഷ്ടപ്പെടും. എനിക്കിത് പുതിയതല്ല, പക്ഷെ കുറേ പേർക്കും ഇതൊരു പുതിയ സ്മെല്ലായിരിക്കും. പിന്നെ ഇതിലുള്ളത് എന്താണ്? ബെർഗാമോണ്ട്, ഗ്രേപ്പ് ഫ്രൂട്ട്, ബൾഗേറിയൻ റോസ്, ടച്ച് ഓഫ് ഐറിസ്. പിന്നെ ബേസ് നോട്ടിലുള്ളത് ലെതർ ആൻഡ് വാനില. ക്ലോയെ പോലെ ആദ്യം ഫ്ലോറൽ അല്ല, ഇത് ആദ്യം ഫ്രൂട്ടിയാണ്. ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഫ്രൂട്ടിയാണ്. ഇതിൻ്റെ ബോട്ടിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഫ്രൂട്ട് കഴിഞ്ഞിട്ടാണ് ഫ്ലോറലിൻ്റെ നോട്ട് വരുന്നത്. പിന്നെ ബേസ് നോട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെതർ ആൻഡ് വാനിലയാണ്. ഇത് ഞാൻ YSLൻ്റെ ലിബ്ര യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ റിവ്യൂവേഴ്സ് പറയുന്നത് YSL ലിബ്രയുടെ ഒരു അടുത്ത സെൻറ്റിൽ ആ ഒരു സ്മെല്ല് സിമിലർ ആയിട്ടാണ് ഇതിൻ്റെ സ്മെല്ലെന്നാണ് പറയുന്നത്. ഇത് പക്ഷേ പുതിയ പെർഫ്യൂം ഒന്നല്ല, ഇത് 2015 ഇറക്കിയിട്ടുള്ളതാണ്. വാലന്റീനോ ഡോന്ന, DONNA, അതാണ് ഈ പെർഫ്യൂമിൻ്റെ പേര്. അപ്പോൾ ട്രൈ ഇറ്റ് ഔട്ട്. ദിസ് വുഡ് ബി ഇപ്പം എൻ്റെ കറൻറ്റ് 5 പെർഫ്യൂം കളക്ഷനിൽ ഇത് ഞാൻ എൻ്റെ 3rd ആയിട്ട് വയ്ക്കും. ബിക്കോസ് എനിക്ക് തലവേദന തരുന്നില്ല. ആൻഡ് ഇത് പെർഫ്യൂമാണ് കേട്ടോ. ആൻഡ് കുഴപ്പമില്ല, നന്നായിട്ട് നമുക്കൊരു ഭയങ്കര എലഗൻ്റാണ്. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് അതിനപ്പുറത്തേക്ക് പറയാനില്ല, എലഗൻ്റാണ്. അടുത്തത് നമ്പർ 2, നമ്പർ 1 എന്ന് ഞാൻ പറയുന്നില്ല, ഏകദേശം സെയിം ആയിട്ട് വയ്ക്കാം. പക്ഷെ എന്നാലും ഐ വിൽ കീപ്പ് ദ നെക്സ്റ്റ് വൺ ഇൻ മൈ നമ്പർ 2 collection. ദിസ് ഈസ് എ പാർഫ്യൂം അല്ല, ഷനേലിൻ്റെ ചാൻസ് കളക്ഷനിലുള്ള പെർഫ്യൂമാണ്. ഇത് ഫ്രഞ്ചിലാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ പേരിവിടെ കൊടുക്കാം. It is amazing. അതായത് ഇത് പക്ഷേ പുതിയതല്ല, 2007 അവർ ഇറക്കിയ പെർഫ്യൂമാണ്. പുതിയ സ്മെല്ലല്ല. പക്ഷെ കുറേ പേർക്ക് ഇതറിയില്ല. ഷനേലിൻ്റെ കൊക്കോ ഷനേൽ അല്ലെങ്കിൽ നമ്പർ 5 ഇതിലേക്കൊക്കെയാണ് ആൾക്കാർ കൂടുതലും പോകുന്നത്. ഇതൊക്കെ പെർഫ്യൂംസാണ്, പക്ഷെ അതിലേക്കാണ് ആൾക്കാർ കൂടുതൽ നോർമലി പോവാറ്. പക്ഷെ ഫോർ മീ അതൊക്കെ ഞാൻ കേട്ടിട്ടുള്ള മണങ്ങളായിരുന്നു. ഞാൻ പോയി ട്രൈ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ പിന്നെയും പോയിട്ട് എനിക്കത് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ പിന്നെയും പോയിട്ട് പിറ്റേ ദിവസം പോയി മേടിച്ചതാണ് ഇനി കാണിക്കാൻ പോകുന്ന 2 എണ്ണം. ഇത് 2007 ഇറക്കിയ ഒരു പെർഫ്യൂമാണ്. ഇതിൻ്റെ ടോപ്പ് നോട്ടിൽ നിൽക്കുന്നത് സിട്രിക് ലെമൺ, ആ ഒരു ഫ്രൂട്ടി ലെമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്രൂട്ടി സ്മെല്ലാണ് നിൽക്കുന്നത്. പിന്നെ മിഡിൽ നോട്ടിൽ നിൽക്കുന്നത് പിങ്ക് പെപ്പർ ആൻഡ് ജാസ്മിൻ ആണ്. ആൻഡ് ബേസിൽ നിൽക്കുന്നത് വൈറ്റ് മസ്ക് അല്ലെങ്കിൽ ടീക്ക് വുഡ്, ആംബർ, ഐറിസ്, അതൊക്കെയാണ് ബേസ് നോട്ടിൽ നിൽക്കുന്നത്. ഞാനിതിപ്പം ഭയങ്കര ഒത്തൻറ്റിക്കായിട്ട് തന്നെ ഇത് വായിച്ച് കണ്ടുപിടിച്ചിട്ട് മേടിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ മിക്സ്ചർ ഓഫ് മണത്തിൽ നമ്മൾ ഇതൊന്നും അറിയത്തില്ല. ഇറ്റ്സ് ലൈക്ക് ഈ ഒരു കോമ്പിനേഷൻ സിട്രിക്, ഫ്ലോറൽ ആൻഡ് വുഡി കോമ്പിനേഷനിൽ ഇത് വരുമ്പോഴത്തേക്കിനും ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരം, അതിൻ്റെ ക്വാണ്ടിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും അവർ മിക്സ് ചെയ്യുന്നതിൻ്റെ. അയ്യോ, ഭയങ്കര മാജിക്കലാണ്. ഭയങ്കര ഒരു ഏർതി ആയിട്ടുള്ളതും ഭയങ്കര വുഡി ആയിട്ടുള്ളൊരു സ്മെല്ല് നമുക്ക് വരും. പക്ഷെ എന്ന് കരുതി വുഡി സ്മെല്ലല്ല, കൂടുതലും സിട്രിക്കിൽ നിൽക്കും. അപ്പം നമ്മൾക്കിപ്പോൾ ചില മണങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും നല്ല മെമ്മറീസ് വരത്തില്ലേ, ആ ഒരു സാധനമാണിത്. നമുക്കിങ്ങനെ നല്ല നമ്മുടെ ബ്രെയിനിൻ്റെ നല്ല മെമ്മറീസ് ഉണർത്തുന്ന ഒരു ടൈപ്പ് പെർഫ്യൂമാണിത്. പിന്നെ ഇതെന്തെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്കിനും എവ്രി ഡേ യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമാണ്. ഞാൻ കാണിച്ചതെല്ലാം എവ്രി ഡേ ആണ്. പക്ഷേ ഇത് നമുക്ക് ഓഫീസിലൊക്കെ എവ്രി ഡേ വെയർ ചെയ്തുകൊണ്ട് പോയാൽ നമ്മൾക്കൊരു ക്ലീൻ പ്രൊഫഷണൽ
ആ ഒരു ഫീലില്ലേ, ഒരു ക്രിസ്പ് ആൻഡ് ക്ലിയർ പേഴ്സൺ, ഒരു ആറ്റിറ്റ്യൂഡ്, അതൊരു വേറൊരാളുടെ തലയുടെ ഉള്ളിൽ അത് ജനറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്മെല്ലാണ്. പ്ലീസ് നോട്ട് പെർഫ്യൂം ദേഹം മുഴുവൻ ഡ്രസ്സിലല്ല അടിക്കേണ്ടത്, നമ്മളെ പൾസുള്ള സ്ഥലത്താണ് നമ്മൾ അടിക്കേണ്ടത്. ഞാൻ ചെയ്യുന്നത് ഇവിടെയാണ് ഞാൻ നോർമലി പെർഫ്യൂം സ്പ്രേ ചെയ്യാറ് ഓരോന്ന് വെച്ചാൽ. പിന്നെ ഇതിൻ്റെ മണം നമ്മൾ ഭയങ്കര യൂസ്ഡ് ആകുമ്പോഴത്തേക്കിനും മുടിയിലടിക്കാറുണ്ട്. പിന്നെ നമ്മുടെ മുട്ടിൻ്റെ ബാക്കിൽ, കാലിൻ്റെ പുറകുവശത്ത് അടിക്കുന്നതും നല്ലതാണ്. അപ്പം നമുക്ക് കുറച്ചും കൂടി സിമുലേറ്റ് ചെയ്യും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ മുടിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. യെസ്, ഇറ്റ് മേക്സ് എ ഡിഫറൻസ്. പക്ഷേ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി ഹാൻഡി. ഇത് ഈ ഒരു ബോട്ടിലിൻ്റെ ഏറ്റവും ചെറിയ വേർഷനാണ്. ഈവൻ വാലന്റീനോവും ഏറ്റവും ചെറിയ വേർഷനാണ്, സാമ്പിളല്ല, ഏറ്റവും ചെറിയ വേർഷനാണ്. സ്റ്റിൽ ഇതിന് 10,000 ഇന്ത്യൻ റുപ്പിയുടെ മുകളിലുണ്ട്, 12,000 റുപ്പീസ് ഓളമുണ്ട് ഈ ഒരു ചെറിയ ബോട്ടിലിനാണെങ്കിലും. പക്ഷേ ഇറ്റ്സ് വർത്ത്. ട്രൈ ഇറ്റ് ഔട്ട്. അവിടെ നാട്ടിൽ എനിക്ക് എന്താ വില എനിക്കറിയില്ല, പക്ഷേ ട്രൈ ഇറ്റ് ഔട്ട്, ഇറ്റ്സ് വർത്ത്. പക്ഷേ ഇത് പാർഫ്യൂം അല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്നും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും, നിങ്ങളുടെ ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് മണം പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ. ബട്ട് ഫോർ മീ, എനിക്കിത് പിന്നെ സ്പ്രേ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ദറ്റ് സ്മെൽ ഇസ് ലൈക്ക് ഗിവ്സ് മീ എ ലോട്ട് ഓഫ് കോൺഫിഡൻസ്. ഇപ്പം നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോഴാണെങ്കിലും ഓഫീസിലൊക്കെ പോകുമ്പോഴും വരുമ്പോഴൊക്കെ അയ്യോ, നമ്മൾ നടക്കുമ്പം വേറൊരാൾക്ക് കിട്ടുന്ന ഫീലിങ്സ് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് വരും കേട്ടോ. യു സ്മെൽ ഗുഡ്, യു നോ, ദറ്റ്സ് ആ ഒരു സ്മെൽ ഗുഡ് ഫീലിംഗ്, ഗുഡ് ഹെയർ ഡേ ഫീലിംഗ്, അതൊക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വർക്ക് കൾച്ചറിൽ ഏറ്റവും സിഗ്നേച്ചറായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഞാനെല്ലാം ഓഫീസിൽ യൂസ് ചെയ്യുന്നതാണ്, പക്ഷേ ദിസ് ഇസ് ഡിഫൈൻഡ് ഫോർ ദാറ്റ്. അടുത്തതാണ് മൈ ഫേവറേറ്റ് ഫോർ 2026 കളക്ഷൻ. ഷനേലിൻ്റെ തന്നെ, ചാൻസിൻ്റെ തന്നെ ദിസ് വേർഷൻ is my favorite. യെസ്. സോ നിങ്ങൾ കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ പല വേർഷൻസ് ഉണ്ട്, ലാവൻഡർ കളറിലിരിക്കുന്നത് തന്നെ. ബട്ട് ദിസ് വൺ ഇസ് ദ ന്യൂവസ്റ്റ് വേർഷൻ വിച്ച് ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2025. ദിസ് ഇസ് എ perfume. This is not perfume, this is a perfume. It has a lot of oil content, which means the smell കുറച്ചധികം നേരം നിലനിൽക്കും. എനിക്കൊക്കെ വൈകുന്നേരം വരെ നിലനിൽക്കും മറ്റേതാണെങ്കിലും. പക്ഷേ ഇത് ജനറലി ഇത് സ്റ്റേസ് ഫോർ ലോങ് 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 ടൈം. വലിയ ബോട്ടിൽ, ഇവർക്ക് ഇതിൻ്റെ കുഞ്ഞതും മീഡിയം ഉണ്ടായിരുന്നില്ല, ഞാൻ വലുത് മേടിച്ചു. ബിക്കോസ് എനിക്കിതിൻ്റെ സ്മെല്ലും ഭയങ്കര ഇഷ്ടമായി. റാസ്ബെറിയുടെ മണം, പിങ്ക് ഗെറാനിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രൂട്ടിൻ്റെ മണം, അത് ഷനേലിൻ്റെ തന്നെ ഫീൽഡിൽ അവരുണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഒരു പൗഡറി ടച്ച് ഓഫ് ഐറിസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ടോപ്പിൽ നിൽക്കുന്നത്. ഞാൻ പറയില്ല, ഇത് എഴുതി വായിച്ചതാണ്. പക്ഷെ ഞാൻ പിങ്ക് പൗഡറി ടച്ച് ഓഫ് ഐറിസ് ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല. നമ്മൾ ഈ റോസാപ്പൂവും ജാസ്മിൻ്റെ ഒക്കെ മണമല്ലേ നമുക്കറിയുള്ളൂ. പക്ഷേ ഇതൊക്കെ, ഈ പൂക്കളൊന്നും ഞാൻ ഇതുവരെ മണത്തിട്ടില്ല. പക്ഷേ ഇത് ഒത്തൻറ്റിക്കായിട്ട് ഇവർ മിക്സ് ചെയ്തിട്ടുള്ള മിക്സ്ചറിൻ്റെ കാര്യമാണ് ഞാൻ വായിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം എനിക്കിത് എന്തോരം ഇഷ്ടമായെന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നു. ഇപ്പം റോസ്, ഈ പിങ്ക് ഗെറേനിയം മണത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല, ഞാൻ മണത്തിട്ടില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒത്തൻറ്റിക്കായിട്ടുള്ള സ്മെല്ല്. അവർ പറഞ്ഞിട്ടുള്ളത് എല്ലാത്തിനും ഒരു ടോപ്പും മിഡിലും ബേസ് നോട്ടും ഉണ്ട്. ഇതിൻ്റെ ബേസ് നോട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു വൈറ്റ് മസ്ക് സെഡാർ വുഡിയാണ് ഇതിൻ്റെ ബേസ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിക്കൊക്കെ പോകുന്ന ഒരാൾ, കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ. യെസ്, ദാറ്റ് ഈസ് ദ സ്മെൽ, യുനോ. ക്ലീൻ ആൻഡ് ക്ലിയർ ആൻഡ് ക്രിസ്പ് ആണ്, സ്മാർട്ടാണ്, പക്ഷേ സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. അതിനാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് വെച്ചിരിക്കുന്നത്. ഭയങ്കര ജോയ്ഫുള്ളാണ്, അങ്ങനത്തെ ഒരു പെർഫ്യൂമാണ്. ഭയങ്കര സന്തോഷം തരുന്ന ഒരു പെർഫ്യൂമാണ്. എലഗൻ്റാണ്. പിന്നെ നമ്മൾ കുറച്ചും കൂടി ആൾക്കാരെ എൻഗേജിങ് ആണ് ഈ ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ തന്നെയാണെങ്കിലും ഇതിങ്ങനെ നമുക്ക് ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പെർഫ്യൂമാണ്. ഫ്ലോറൽ ഫ്രാഗ്രൻസ് വിത്ത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് കിട്ടിയത്, എനിക്ക് ഈ ഐറിഷ് ഇതൊന്നും അറിയത്തില്ല, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് വെച്ചാൽ ഇതൊരു ഫ്ലോറൽ സോഫിസ്റ്റിക്കേറ്റഡ് ഫ്രാഗ്രൻസ് ആണ് വിത്ത് എ ടച്ച് ഓഫ് വുഡി ഫ്ലേവർ. ഭയങ്കര
ഓപ്റ്റമിസ്റ്റിക് ആയിട്ട് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു ലേഡി ഇല്ലേ, ആ ഒരു എനർജി ഇല്ലേ, ആ ഒരു എനർജിയാണ് ഈ പെർഫ്യൂമിലുള്ളത്. അതുകൊണ്ട് ദിസ് ഇസ് മൈ ഫേവറേറ്റ് ഫോർ 2026. മേ ബി ഐ എം ഗോണ യൂസ് ഇറ്റ് ഫോർ ലോങ് ടൈം. പക്ഷേ ഇത് പെർഫ്യൂംസ് എല്ലാം കുറച്ച് കഴിയുമ്പോൾ മടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറിയ ബോട്ടിൽ കിട്ടുകയാണെങ്കിൽ അത് മേടിക്കാം. ഇത് പെർഫ്യൂമാണ്. ഞാൻ ഇത് എക്സാക്ട്ലി ലാവൻഡർ കണ്ടിട്ട് ലാവൻഡർ ഓടിപ്പോയി മേടിക്കരുത്, ഗ്രീൻ കണ്ടിട്ട് ഗ്രീൻ ഓടിപ്പോയി മേടിക്കരുത്. അതിൻ്റെ തന്നെ പെർഫ്യൂമുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്. അപ്പം അതനുസരിച്ചിട്ട് നോക്കി മേടിക്കണം. ഞാനിതിൻ്റെ പേര് ഇവിടെ കൊടുക്കാം, അത് തന്നെ മേടിക്കുക. എനിക്കതിൻ്റെ പ്രൊനൗൺസിയേഷൻ വളരെ കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട്, നമ്മൾ ഫ്രഞ്ച് വായിച്ച് കഷ്ടപ്പെടണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ പിക്ചർ ഇവിടെ കൊടുക്കാം. ആൻഡ് യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട്. ചിലവർക്ക് ഇതിൻ്റെ സ്മെല്ല് അറിയായിരിക്കും, അവർ സെൻസ് ചെയ്തിട്ടുണ്ടാവും ഇതിന് മുമ്പേ. അല്ലെങ്കിൽ ചിലവർക്ക് ലെതറിൻ്റെ സ്മെല്ല് ഇഷ്ടമായിരിക്കും, വുഡിൻ്റെ സ്മെല്ല് ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതൊക്കെ നേരത്തെ അറിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു ക്ലൂ ഉണ്ട് എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. പക്ഷേ ഇതിൻ്റെയൊക്കെ കൂടി മിക്സ്ചർ ആയതുകൊണ്ട് നമ്മൾക്കിത് മണത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും സ്മെല്ലല്ല വരുന്നത്. പക്ഷേ വി ക്യാൻ വൈസ്ലി ചൂസ് സംതിങ്, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഏത് പെർഫ്യൂം മേടിച്ചാലും റിവ്യൂ ഒക്കെ നമ്മൾ നോക്കി നമ്മൾക്ക് ഇഷ്ടമുള്ളത് ഏതായിരിക്കാം എന്നൊക്കെ ഒന്ന് നോക്കി, പിന്നെ അവിടെ ചെന്ന് നമ്മൾ മേടിക്കുന്ന ചിലപ്പോൾ എക്സ്ട്രാ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഓടിപ്പോയി മേടിക്കുമായിരിക്കും. ദാറ്റ് ഈസ് ഓക്കെ. പക്ഷെ നമുക്ക് എന്താ വേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായിട്ട് പോകുന്നതാണ് ഓൾവേസ് നല്ലത്. ഫസ്റ്റ് ടിപ്പ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് റിവ്യൂസൊക്കെ ഒന്ന് കാണുക. നിങ്ങൾ പെർഫ്യൂമിൽ അത്ര ഭയങ്കര എക്സ്പേർട്സ് അല്ല, പക്ഷെ നിങ്ങൾക്ക് ചില മണങ്ങൾ ഇഷ്ടമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതലും കുറവും മിഡിലും ഏതാ നിൽക്കുന്നതെന്നൊക്കെ ഒന്ന് അറിയാനായിട്ട് കുറച്ച് റിവ്യൂസൊക്കെ കാണുന്നത് നല്ലതായിരിക്കും. ഒത്തൻറ്റിക് ആയിട്ടുള്ള അതിൻ്റെ പറ്റി വായിക്കുന്നത് നല്ലതായിരിക്കും. സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും കടയിൽ പോയിട്ട് നമ്മൾ മേടിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും സ്കിന്നിൽ ഓരോ പെർഫ്യൂമും ലിപ്സ്റ്റിക് പോലെ തന്നെ പലതായിട്ടാണ് വരുന്നത്. നമ്മുടെ ദേഹത്ത് ഒരു മണം ഉണ്ടല്ലോ, ആ നമ്മുടെ ദേഹത്തിൻ്റെ മണമായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും അതിന് ഒരു പ്രത്യേക മണമാണ്. ചിലപ്പോൾ ഈ ജാഡോറ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഭയങ്കര നല്ലതായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും ദേഹത്തുള്ള മണമായിട്ടത് മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു മണം ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഞാൻ എൻ്റെ സജഷൻസ് മാത്രം പറഞ്ഞതേ ഉള്ളൂ. തേർഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂംസ് മേടിക്കുമ്പോൾ ദി ഷോപ്പ് കീപ്പേഴ്സ് ഹാവ് ആൻ ഓപ്ഷൻ ടു ഗിവ് യു സാമ്പിൾസ്. സോ നിങ്ങളതുപോലെ സാമ്പിൾസ് അവർ തരും, എന്തായാലും ഡെഫിനറ്റ്ലി തരും. ആൻഡ് അവരായിട്ട് നല്ല കുറച്ച് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് മോർ. എനിക്ക് പ്രാവശ്യം കുറേ കിട്ടി, ബിക്കോസ് ഞാൻ 2 പ്രാവശ്യം ആ കടയിൽ പോയതുകൊണ്ട് അവരുമായിട്ട് ഞാൻ ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് അധികം പെർഫ്യൂംസ് കിട്ടി, ചെറിയ സാമ്പിൾസ്. അപ്പോൾ എനിക്ക് ഈ പെർഫ്യൂമും ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പെർഫ്യൂം കുറച്ചധികം നേരം ശരീരത്ത് നിന്നാലും മോസ്റ്റ് ഓഫ് ദ ബ്രാൻഡ്സ് ഗിവ്സ് മീ ഹെഡ് ഏക്ക്. അതുകൊണ്ട് അത് എല്ലാവർക്കും ഉണ്ട്. ചിലർ വിചാരിക്കും ഇതെന്താ എനിക്ക് പെർഫ്യൂം അടിച്ചിട്ട് തലവേദന വരുന്നത്. ദാറ്റ് ഈസ് ദ റീസൺ. പെർഫ്യൂം അതിന് അത്രയില്ല. അപ്പം പെർഫ്യൂം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ സാമ്പിൾസ് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ദിവസം ട്രൈ ചെയ്യുക. ആദ്യം തന്നെ പോയിട്ട് ഒരു ബോട്ടിൽ മേടിക്കാതെ, എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞു. സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു എൻ്റെ പെർഫ്യൂം കളക്ഷൻ ഇടാൻ പറ്റുമെന്ന്. ഇതാണ് എൻ്റെ ഇപ്രാവശ്യത്തെ പെർഫ്യൂം കളക്ഷൻ. ഞാൻ ഇത്രയും നാളും യൂസ് ചെയ്തത് എർമെസ്, യാഡോർ, DNG, ലാൻകോം, ഡാവിഡോഫ്, ഇതൊക്കെയാണ് ഞാൻ മേടിച്ചിരിക്കുന്ന പെർഫ്യൂംസ്. എനിക്ക് അതിലേറ്റവും ഇഷ്ടമായിട്ടുള്ളത് കഴിഞ്ഞു പോയി, ഇപ്പം എൻ്റെ കയ്യിലില്ല. എർമെസും DNGയും ലാൻകോമിൻ്റെ ഇഡോളിൻ്റെ തന്നെ പലതുണ്ട്, പക്ഷെ ഞാൻ ഈ കാണിക്കുന്നത് ഇത് 3ഉമാണ് ഞാൻ പണ്ട് മേടിച്ചിരുന്ന പെർഫ്യൂമിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഉള്ളത്. DNG ഞാൻ അതിൻ്റെ കുറച്ച് റിവ്യൂ പറയാം, ചിലർക്ക് ഇഷ്ടമാവും. ഈ നമ്മളൊരു ബീച്ചിലൊക്കെ പോയി ഇങ്ങനെ ചില്ല് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ്. നമുക്കൊരു 2-3 മാസം കഴിയുമ്പോൾ നമുക്കത് പെട്ടെന്ന് മടുക്കും, അത്രേ ഉള്ളൂ. പക്ഷെ ആദ്യത്തെ കുറച്ച് നാളുകളിൽ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പേര് നമ്മുടെ അടുത്തത് ഏതാണെന്ന് ചോദിക്കും. പിന്നെ നമ്മളെ പുതിയതായിട്ട് കാണുന്നവർക്കും അത് പുതിയ മണമായിരിക്കും. പക്ഷെ നമ്മൾക്ക് ഇതൊരു 3 months ഒക്കെ കഴിയുമ്പം കുറച്ച് ബോറടിക്കും. എർമെസ് കുറച്ചധികം സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, ഒട്ടും ഫ്ലോറൽ അല്ല. അപ്പം എർമെസിൻ്റെ ഈ ഓപ്ഷൻ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് സജസ്റ്റ് എന്നെപ്പോലെ ആ ഒരു പെർഫ്യൂമിൽ തന്നെ 1 വർഷം നീണ്ടു നിൽക്കാതെ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്യുക. ബിക്കോസ് അത് കുറച്ച് സ്ട്രോങ് ആണ്. തലവേദന തരുന്നതല്ല ഉദ്ദേശിച്ചത്, ആ മണം ഭയങ്കര ഇങ്ങനെ അടിച്ചു കയറും. കാമാണ്, സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, ഇങ്ങനെ ഊതുപോലെ തലയിൽ കുത്തിക്കൊള്ളത്തില്ല. നമുക്ക് കുറച്ച് ഇതുപോലെ തന്നെ
പെട്ടെന്ന് കുറച്ച് നമ്മൾ തന്നെ കുറച്ച് ഒന്ന് ടഫാവും അത്. അപ്പോൾ അതും ഇതുപോലെ പല പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ലാൻകോമിൻ്റെ ഇഡോളാണെങ്കിലും ഓൺ ദ ഫ്ലോറൽ സൈഡാണ്, ബട്ട് ഇറ്റ്സ് റിയലി ഗുഡ്. ഞാനത് ഫുൾ ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ക്ലോയിലേക്ക് കടന്നത്. ക്ലോയി ഇതുപോലെ 1.5 വർഷത്തോളം ഞാൻ യൂസ് ചെയ്തു. പക്ഷേ ഇപ്പം ഞാനിങ്ങനെ ഈ പെർഫ്യൂംസ് എല്ലാം മേടിച്ച് തുടങ്ങിയപ്പോഴത്തേക്കിനും വാട്ട് ഹാപ്പൻഡ് ഇസ് ലൈക്ക് എനിക്കിപ്പോൾ ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്യണത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ കുറച്ച് ദിവസമായി ഇതിപ്പോൾ യൂസ് ചെയ്യണേ. ഞാൻ ഒന്ന് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ അടുത്ത് റിവ്യൂ ആയിട്ട് വരാമെന്ന് വെച്ചിട്ടായിരുന്നു. I would strongly recommend these perfumes. Try it out and let me know whether you guys liked it. And please remember my tips and it would be really nice. Perfume gives you an identity and character and class, elegance, optimism. Invest in a very good one. ഇതിൽ ഒരു നല്ല ഒരെണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാറാതെ തന്നെ കുറേ അധികം മേടിച്ചു കൂട്ടുന്നതിന് പകരം ആ ഒരെണ്ണം അല്ലെങ്കിൽ ഒരു 2 എണ്ണം നമ്മൾക്ക് അതിൻ്റെ ഭയങ്കര വലുതൊന്നും മേടിക്കണമെന്നില്ല, നമുക്ക് ബോറടിക്കും. അപ്പം എത്ര ഇഷ്ടമുള്ള മണമാണെങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് വലിയ ബോട്ടിൽ മേടിക്കാതിരിക്കുക. കാര്യം നമ്മൾക്കത് മനസ്സിലാവാതെ ആകും, മറ്റുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ആർത്തി പിടിച്ച് ആദ്യമേ പോയി വലിയ ബോട്ടിൽ മേടിക്കാതെ ട്രൈ ദിസ് മീഡിയം ആൻഡ് സ്മോൾ വൺസ് ഫസ്റ്റ്. ആൻഡ് അത് നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ മാറ്റാൻ തോന്നും. പക്ഷേ ഇത് ചെറുത് മേടിക്കുന്നതുകൊണ്ട് നമുക്ക് ബോറടിക്കത്തില്ല എന്ന് ഞാൻ കരുതുന്നു. ഞാനത് ട്രൈ ചെയ്യാൻ പോവാണിപ്പോൾ. ബട്ട് ഐ ലവ് ദിസ് ദ മോസ്റ്റ്. ട്രൈ ഇറ്റ് ഔട്ട്. പിന്നെ പാവലിൻ്റെ ചേച്ചി എനിക്ക് കുറേ പെർഫ്യൂംസ് തരാറുണ്ട്, അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഓഫീസിൽ പോകുമ്പോഴത്തേക്കിനും ഞാൻ ഇതാണ് കൂടുതലും യൂസ് ചെയ്യാറ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാൻ സൂൺ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോൾ മേടിച്ച എൻ്റെ സമ്മർ പിക്സ്, ദിസ് ഇയേഴ്സ് സമ്മർ പിക്ക്, ഇതും ഞാൻ ഇട്ടിരിക്കുന്നത് ദിസ് ഇയർ സമ്മർ പിക്കാണ്. ഈ 2026 എലഗൻറ്റ് ക്ലാസി സിമ്പിൾ സമ്മർ പിക്ക് വ്ളോഗുമായിട്ട് ഞാൻ സൂൺ വരാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് എപ്പിസോഡ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.